നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡിഫറൻറ്റ് കൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ചുമ്മാ നടന്നപ്പോൾ എനിക്ക് തോന്നിയത്, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, എന്നാൽ പിന്നെ ക്രിസ്മസിന് അടിക്കാൻ പറ്റിയ കുറച്ച് നല്ല ഫ്രാഗ്രൻസസ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ഡിസൈനറേയും തുടങ്ങാം. ബെസ്റ്റ് ഡിസൈനർ ക്രിസ്മസ് ഫ്രാഗ്രൻസസ്, ഇതിന് 1, 2, 3 റാങ്കിങ് ഒന്നുമില്ല. കുറച്ച് നല്ല ഫ്രാഗ്രൻസസ് ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. പലർക്ക് ഇഷ്ടം പലതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വെർസാഷെ ഈറോസ്. ഇത് വെർസാഷെ ഈറോസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നൊരു ഫ്ലാങ്കറാണ്. ഇത് പതിയെ സ്റ്റോപ്പ് ചെയ്ത് വരുന്നുണ്ടെന്ന് കേട്ടു. ഇത് വെർസാഷെ ഈറോസിൻ്റെ ആ ഒരു സാധാരണ EDPയേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതൊരല്പം സ്പൈസിയും കൂടിയാണ്. ഇത് നമുക്ക് അതിൻ്റെ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസി, വനില്ല, ഫ്രഷ് സ്പൈസി വരുന്നത്. ആ വനില്ല നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മേളിലുള്ള നോട്ടുകൾ, ടോപ്പ് നോട്ടുകൾ വരുന്നത് ബെർഗമോട്ട്, മണ്ടരിൻ ഓറഞ്ച്, മഡഗാസ്കർ പെപ്പർ, പിന്നെ നടുക്ക് റോസ്, ജെറേനിയം, പെപ്പർ വുഡ്, മേളിൽ റോസ്മേരി ഉണ്ട് കേട്ടോ. താഴെ വനില്ല, ടോങ്കബീൻ, സാൻഡൽവുഡ്, ടെക്സസ് സീഡർ, അങ്ങനെയൊക്കെയാണ് പറയാം. നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് അത് ഭയങ്കര ഒരു സെഡക്റ്റീവ് സ്മെല്ലാണ് വരുന്നത്. ലെമണും പെപ്പറും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് നിന്ന് ആ റോസും വനിലയും കൂടെ ആദ്യം തന്നെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു വനില, നല്ല ഒരുതരം ആപ്പിൾ പോലത്തെ മണമൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് നിന്ന്. വനിലിക് വുഡി ഫ്രാഗ്രൻസ് കേട്ടോ. നല്ലൊരു ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു 4 മണിക്കൂർ 4.5 മണിക്കൂറേ നിൽക്കുള്ളൂ. ഇത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിലാദ്യത്തെ ഒരു 2 മണിക്കൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊജക്ഷനും ഉണ്ടാവും. ഒരു 10-16 സ്പ്രേ വരെ സ്പ്രേ ചെയ്യുകയും വേണം. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അമ്മാതിരി അപാര സാധനമാണിത് കേട്ടോ. പിന്നെ ഈ ഡിസംബർ നൈറ്റിലൊക്കെ അല്പം തണുപ്പുള്ളപ്പോൾ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ വരെ നിൽക്കും കേട്ടോ. ഇത് നമുക്ക് തണുപ്പുള്ളപ്പോൾ അടിക്കാനാണ് പറ്റിയത്. എസ്പെഷ്യലി ആ ക്രിസ്മസ് നൈറ്റിലൊക്കെ അടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ടീനേജേഴ്സൊക്കെയാണ് പറ്റിയ ഐറ്റം ഇതാണ് കേട്ടോ. ക്രിസ്മസ് നൈറ്റിൽ ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഐറ്റം ഇതാണ്. അപ്പം നമുക്ക് പുറകെ ഇതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രാഗ്രൻസും കൂടെ വരുന്നുണ്ട്. ഇതിന് അത്യാവശ്യം ഒരു 6000 മുതൽ രൂപയുണ്ടാവും കേട്ടോ. 50 മില്ലിക്ക് 6000 തുടങ്ങുന്നതെന്ന് തോന്നുന്നു വെർസാഷെ. അപ്പം വെർസാഷെ ഈറോസ് ഫ്ലെയിം എന്നാണ് പേര്. നല്ലൊരു ഫ്രാഗ്രൻസാണ്. പ്രൊജക്ഷൻ ഒരുപാടില്ല, പക്ഷേങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നല്ലതായിട്ട് ഒരു 2 മണിക്കൂർ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു 3 അടിയൊക്കെ വരെ പോകാറുണ്ട്, ഒരു 16-17 സ്പ്രേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസാണ് അതൊന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഡോൾചെ ഗബാന ദ വൺ. ഇത് ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിലൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ക്രിയേഷൻ, ഈ ഫ്രാഗ്രൻസിൻ്റെ. ഇത് അത്യാവശ്യം ഒരു ടൊബാക്കോ ഒക്കെ ചേർന്നൊരു ഫ്രാഗ്രൻസാണ്. പക്ഷേങ്കിൽ ക്രിസ്മസ് നൈറ്റിന് പറ്റിയ സാധനമാണ്. നിങ്ങൾക്ക് അടുത്ത് വരുന്നവരൊക്കെ നന്നായിട്ട് സ്മെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് പോകത്തില്ല ഈ ഫ്രാഗ്രൻസ്. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നിങ്ങൾ അടുത്ത് വരുന്നവരൊക്കെ നന്നായിട്ട് നിങ്ങൾ മണക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ. ഇത് ഒരുപാട് പ്രൊജക്ഷനുള്ള ഒരു സാധനമല്ല ഇത്. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനെപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റിങ്ങും അല്ല. വാം സ്പൈസി അംബർ ടൊബാക്കോ സിട്രസ് ഫ്രാഗ്രൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു വാം നോട്ട് കിട്ടുന്നുണ്ട് എനിക്ക് കേട്ടോ. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ, ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ അംബറും ടൊബാക്കോയും സീഡറും ഉള്ളൊരു ബേസാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേപ്പ് ഫ്രൂട്ടും കൊറിയാൻഡറും ബേസിലുമാണ് മേളി വരുന്നത്. നടുക്ക് കാടമും ജിഞ്ചറും വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ കാടമം എവിടെ വരുന്നോ അത് ഭയങ്കര ഡിലീഷ്യസ് ആയിരിക്കും. കാടമം ഫ്രാഗ്രൻസസ് എപ്പോഴും വിൻ ചെയ്യും. ആ ഒരു കാടമം ഇതിനോട് ഈ ജിഞ്ചറിനോടും ഒക്കെ ചേർന്നങ്ങ് വരുമ്പം ഇതിന് നല്ലൊരു വൈബാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ വരെ നിൽക്കും. ക്ലോസ് പ്രൊജക്ഷനാണ്, ഒരടി അപ്പുറത്തേക്ക് പോകത്തില്ല. പക്ഷേ ആര് നിങ്ങളുടെ അടുത്ത് വന്നോ അവർ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും എന്താ അടിച്ചിരിക്കുന്നതെന്ന്. അമ്മാതിരി നല്ല ഫ്രാഗ്രൻസ്. ഈ പറഞ്ഞിരിക്കുന്ന പെർഫ്യൂംസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്മെല്ല് ചെയ്യുന്നൊരു സാധനം ഇത്. ഇതിൻ്റെ സ്മെല്ല് അത് അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ഒരല്പം വീക്കാണ്. പക്ഷേ സ്മെല്ല് വെച്ചിട്ട് അതെല്ലാം അങ്ങ് ഓവർകം ചെയ്തു പോകും കേട്ടോ. ഇതിന് ഈ പറഞ്ഞ പോലെ 7000 സംതിങ് രൂപ ആകുന്നൊരു സാധനമാണ്.
അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഡീക്കൻ്റ് ആയിട്ടാണെങ്കിലും മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മുടെ കേരളത്തിലിപ്പോൾ ഡീക്കൻസൊക്കെ ഒരുപാട് പേര് വിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കിട്ടാനായിട്ട് പഴയ പോലല്ല. ഇപ്പം ഒരു ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ കിട്ടാൻ എളുപ്പവഴിയുണ്ട്. ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല പർട്ടിക്കുലർലി, ബിക്കോസ് അവരെന്തെങ്കിലും കളിപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ എൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യം അത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല അത്. നിങ്ങളുടെ വിശ്വസ്തരിൽ നിന്നും വാങ്ങിക്കുക കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് നൈറ്റിന് നിങ്ങൾക്ക് ഇച്ചിരി പ്രൊജക്ഷനും ഇച്ചിരി ലോങ് ലാസ്റ്റിങ്ങും ഇച്ചിരി ബീസ്റ്റ് മോഡും ഒക്കെ ആയിട്ടൊന്ന് സ്മെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള സാധനമാണ് ടോം ഫോർഡ് നോവാർ. കണ്ടോ, ടോം ഫോർഡിൻ്റെയാണ് നോവാർ. ഈ നോവാർ ഇത് റോസ് ആൻഡ് സ്പൈസി ഫ്രാഗ്രൻസ് ആണ്. നല്ല നല്ല പൊട്ടൻ്റാണ്, നല്ല പവർഫുള്ളാണ്, നല്ല പ്രൊജക്ഷനാണ്. ചൂടടിച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ഈ നൈറ്റിൽ ചൂട് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ അപ്പം പറ്റിയ ബെസ്റ്റ് ബെറ്റ് ഇവനാണ്. കാരണം ഇവൻ ചൂടടിച്ച് കഴിഞ്ഞാൽ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങ് കണ്ടമാനം കയറും. നല്ല സ്പൈസസ് ആണ് സ്മെല്ല് ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട്സ് പറഞ്ഞുതരാം. മേളിൽ വയലറ്റ്, പിങ്ക് പെപ്പർ, കാരവേ, ബെർഗമോട്ട്, വെർബീന, അത്തരം സാധനങ്ങളാണുള്ളത്. പിന്നെ ടസ്കൻ ഐറിസ്, ബൾഗേറിയൻ റോസ്. ഐറിസും റോസും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ സ്പൈസസ് തരുന്ന സാധനങ്ങൾ: 1 കുരുമുളക്, 2 ജാതിക്ക, 3 ക്ലാരിസേജ്, ജെറേനിയം, പിങ്ക് പെപ്പർ, കാരവേ. എനിക്ക് തോന്നുന്നത് അതൊരു തരം ജീരകമാണെന്ന് തോന്നുന്നു, കാരവേ. ഇത്തരം സാധനങ്ങളാണ് ആ സ്പൈസസ് തരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചൂളിയും അമ്പറും വനിലയും സിവറ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ആ ഒരു സിവറ്റ് യൂസ് ചെയ്യുന്ന ഒരെണ്ണം, പിന്നെ എന്താ കുറോസോ മറ്റേ തോന്നുന്നു YSLൻ്റെ സിവറ്റ് യൂസ് ചെയ്യുന്ന അപൂർവം ഫ്രാഗ്രൻസസിലൊന്നാണിത്. സിവറ്റ്, പിന്നെ ബെൻസോയിൻ, വെറ്റിവർ എല്ലാം ഉണ്ട്. കുറേ നോട്ട്സ് ഉണ്ട് ഇതിനകത്ത്, കണ്ടമാനം നോട്ട്സ് ഉണ്ട്. കുറച്ചൊരു പഴയ ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഒലിവിയർ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ ഇത് 2012 ലോഞ്ച് ചെയ്ത സാധനം ഇത് കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും, 3-4 അടി പ്രൊജക്റ്റ് ചെയ്തു പോകും. ബീസ്റ്റ് മോഡാണ്. പിന്നെ സ്പൈസിയാണ്, നല്ല സ്പൈസി റോസാണ് കേട്ടോ. റോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സ്പൈസി റോസ് ഫ്രാഗ്രൻസ്. അപ്പം താല്പര്യമുള്ളവർ മേടിക്കുക. സ്പൈസിനെസ് നല്ലൊരു സ്പൈസി, ഐ മീൻ ഒരു തരം ഒരു ഡോമിനൻ്റ് വൈബ് തരുന്ന ഒരു ഫ്രാഗ്രൻസാണ് റോസ് ആണെങ്കിൽ പോലും. എസ്പെഷ്യലി മെയിൽസിനെ പറ്റുള്ളൂ, യൂണിസെക്സ് ഒന്നും അല്ല ഇത് കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര നല്ല സിയാഷാണ്. പോയ വഴി മാർക്ക് ചെയ്ത് തരും, അതുപോലത്തെ ഒരു സാധനമാണ്. റൂം ഫില്ലറാണ്, നല്ലൊരു ഇതുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഓവർ സ്പ്രേ ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം, ഇച്ചിരി പവർഫുള്ളാണ് സാധനം കേട്ടോ. ചൂടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇവൻ കയറി അങ്ങ് മേയും. നല്ല തണുപ്പുണ്ടെങ്കിൽ ഇച്ചിരി പതുങ്ങി കിടന്നോളും, ചൂടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മേയും കയറി കേട്ടോ. അങ്ങനത്തെ സാധനമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബ് എക്സ്ട്രീം. ഇത് കൂടുതലും ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വനില ഫ്രാഗ്രൻസാണ്. കാരണം ക്രിസ്മസ് ആയത് കാരണം കേക്കും ഒക്കെ ആയിട്ടുള്ളൊരു വൈബായിരിക്കുമല്ലോ. അപ്പം വനിലയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് കോംപ്ലിമെൻറ്റ് പുള്ളറാണ് ഈ ഫ്രാഗ്രൻസ് കേട്ടോ. ബീസ്റ്റ് മോഡാണ്, പ്രൊജക്ഷൻ നല്ല രീതിയിലുണ്ട്, 2-3 അടി എന്തായാലും കിട്ടും. ഒരു 6-7 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു സാധനം ഇത്, വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബ് എക്സ്ട്രീം. ഇതൊരു കൈ ബോംബിൻ്റെ ആകൃതിയിലൊക്കെയാണ് സാധനം വന്നിട്ടുള്ളത്. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് അത്യാവശ്യം അവർ ഇങ്ങനെ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സാധനം ഇത്. കാരണം ഇത് ഭയങ്കര സെഡക്റ്റീവ് സ്മെല്ലിങ് ഇത്, നല്ല രീതിയിൽ ചിലവുള്ള സാധനം വെസ്റ്റേൺ കൺട്രീസിൽ ഈ സാധനം കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വനില ടൊബാക്കോ ഫ്രാഗ്രൻസ് ആണിത്. ഇതിൻ്റെ നോട്ട്സ് വന്നിരിക്കുന്നത് വനിലയും ടൊബാക്കോയും സിന്നമണും ക്യുമിനും ബർബൺ വിസ്കിയും സാഫ്രോണും. ഇത്തരം സാധനങ്ങളെ അവർ നേരെ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സാഫ്രോൺ ഉണ്ടോ? ടൊബാക്കോ ഉണ്ട്, വനില കിട്ടുന്നുണ്ട്, സിന്നമൺ നന്നായിട്ട് കിട്ടുന്നുണ്ട്, സിന്നമണും ക്യുമിനും ജീരകവും കറുവയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ട്. വിസ്കി, സാഫ്രോണായിട്ട് എനിക്ക് അങ്ങനെ സ്മെല്ല് ചെയ്യുന്നില്ല, പക്ഷേ നല്ല വനില ബേസിസിൽ ഈ കുറച്ച് സ്പൈസസും ടൊബാക്കോയും കൂടെ തന്നിരിക്കുന്ന ഒരു സാധനം ഇത്. നല്ല ഫ്രാഗ്രൻസാണ് കേട്ടോ. അതാണ് വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബ് എക്സ്ട്രീം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്, ലമേൽ ലെ പെർഫ്യൂം. ഇത് നമ്മുടെ
ജീംബോ ഗുച്ചിയറിൻ്റെ ജോംബോ ഗുച്ചിയർ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ലുമാലു പെർഫ്യൂം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ലമയിലെ പെർഫ്യൂം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് വനില ബേസ്ഡാണ്. ഇത് ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബൂസി വനില ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര അപാരം കേട്ടോ. ഇത് നല്ലൊരു ബൂസി, നല്ലൊരു എന്നുള്ളൊരു തരം ആ ഒരു ബൂസിനെസ് ഉണ്ടല്ലോ, ആ ബൂസിനെസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ. ഇത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. 3-4 അടി, 2-3 അടി എന്തായാലും മിനിമം പ്രൊജക്റ്റ് ചെയ്ത് കയറും. 4-5 മണിക്കൂർ മിനിമം ലാസ്റ്റ് ചെയ്യും നമ്മുടെ നാട്ടിൽ. പിന്നെ ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഒരു 4 മണിക്കൂറൊക്കെ കഷ്ടിച്ച് കിട്ടുന്നത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റിയുടെയും കാലാവസ്ഥയുടെയും പ്രോബ്ലമാണ്. പെർഫ്യൂം അടിച്ചാൽ നിൽക്കത്തില്ല. കേരളത്തിൽ പെർഫ്യൂം നിന്ന് കിട്ടണമെങ്കിൽ അതിലും മാത്രം അതിനകത്ത് കാര്യങ്ങളിടണം. അതുകൊണ്ടാണ് നമ്മുടെ പൊതുവെ പല പെർഫ്യൂംസും നമ്മൾ അടിക്കുമ്പം ഈ മുഖത്തിട്ടടിച്ച പോലെ ഒരുപാട് മണമൊക്കെ വരുന്നത്, ഭയങ്കര മണം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇത് കേട്ടോ. ഇത് 200 ml ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും അടിച്ചുകൊണ്ട് പോകാറുണ്ട്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് തരാറുണ്ട്. എപ്പോഴൊക്കെ അടിച്ചുകൊണ്ട് പോയാൽ എപ്പോഴൊക്കെ 3-4 കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. നമ്മുടെ ക്വിൻ്റൻ ബിഷ് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പം ഇത്രയൊക്കെയാണ് വനില ബേസ്ഡ് ക്രിസ്മസ് ഫ്രാഗ്രൻസസ് എന്ന് എനിക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തോന്നിയത് കേട്ടോ. വേറെ ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും ചെയ്യാം. അപ്പം വീഡിയോ കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം എല്ലാവർക്കും നന്ദി. ലമയിലിൻ്റെ നോട്ട്സ് കാടമം, ലാവൻഡർ മിഡിൽ, ഐറിസ് മിഡിലിൽ, വനില, വുഡി, ഇത്രയേ ഉള്ളൂ. കാടമം ഉണ്ട് ഇതിനകത്ത്. കാടമം വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഫ്രാഗ്രൻസ്. ഇത്രയും കാര്യങ്ങൾ. അപ്പം വീഡിയോ കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം നന്ദി. എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.